ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം ചിന്തിക്കുവാൻ വേണ്ടി തന്ന തിരുവചനം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് നിങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും, ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിച്ച് മരിച്ച വ്യക്തികൾ മാത്രമാണ് അന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. പിന്നെ അവിടെ പറയുന്നത്, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവിച്ചിരിക്കുന്നവരും ആരായിരിക്കണം? ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ്, പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർക്ക് മാത്രമേ മധ്യാകാശത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു എഴുന്നള്ളി വരുമ്പോൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പോൾ നാം എടുക്കപ്പെടണമെങ്കിൽ നാം ക്രിസ്തുവിലായിരിക്കണം എന്നുള്ളത് ഇവിടെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ക്രിസ്തുവിനെ വിശ്വസിക്കാതെയും ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കാതെയും ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാതെ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടുകയില്ല എന്നുള്ളത് നാം മറന്നു പോകരുത്. അതിനാൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കാം. ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്തെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട്, വചനത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം. ദൈവം തമ്പുരാൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് എടുക്കപ്പെടുവാൻ, ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ, മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ വിരമിക്കുന്നു.